ഏത് മതസ്ഥർക്കും ഇതിലെ ആരാധനയിൽ പങ്കുചേരാം, ഇതിലെ കാര്യങ്ങളെല്ലാം ചെയ്യും. മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ മാറ്റി നിർത്തില്ല. ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷം നിറഞ്ഞ അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ സന്തോഷവും സമാധാനവുമാണ് പറയുന്നത്. ക്രിസ്തു പുൽക്കൂട്ടിൽ ജനിക്കുന്നു, ഈ സമാധാനത്തിൻ്റെ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുന്നു. നമ്മൾ ഈ ആലയത്തിൽ സംസാരിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു തിരിശേഷിപ്പുണ്ട്. ആ പേടകം ഉണ്ടാക്കി തന്നത് ഒരു ഹൈന്ദവ സഹോദരൻ, സൗജന്യമായിട്ട് നമുക്ക് പഠനം തന്നാണ്. അദ്ദേഹം RSS വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നാണ് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത്. ഇന്നത്തെ കാലത്ത് അതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട്? നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ഹൈന്ദവ സഹോദരങ്ങളാണ് ഈ പള്ളിയിൽ വന്ന് വഴിപാടിട്ട് അതിൽ പോകുമ്പോൾ അവർ കൈയെങ്കിലും ഒന്ന് വണങ്ങിയിട്ട് വരും. ഞാൻ തന്നെയാണ് ഇവിടെ അമ്പലങ്ങളിലൊക്കെ പ്രോഗ്രാമിന് പോകാറുണ്ട്. അവർ ക്ഷണിക്കും. കാരണം ഇത് പാരമ്പര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബം പോലെ കഴിയുന്നതാണ്. കുറെ കാലമായി സ്വന്തം ഇടവകയിലാണ് വൈദികനായിരിക്കുന്നത്. അത് വലിയൊരു ഭാഗ്യമാണ്. ഓർമ്മയിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ പ്രീസ്റ്റ് ആയിരുന്നു, എൻ്റെ ഫാദറും പ്രീസ്റ്റ് ആയിരുന്നു. ആരുടെ അടുത്തും കൃത്രിമമായി സന്തോഷം കാണിച്ചിട്ട് കാര്യമില്ല, ചിരിച്ചു കാണിച്ചിട്ട് കാര്യമില്ല. ഉള്ളിൽ സംഘർഷമായിരിക്കും. ഈ സംഘർഷം മാറണമെങ്കിൽ ഈ ദൈവിക ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതിന് പ്രാർത്ഥന അല്ലാതെ വേറെ മാർഗമില്ല. ഈ വചനപ്പെട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ, അതിലുള്ള ഓരോ വചനങ്ങള് നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ് നമ്മുടെ നിത്യജീവിതത്തില്. അവർ രാവിലെ എണീറ്റ് അവരുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞാൽ ആദ്യം ഇതിൽ നിന്നൊരു വാക്യം എടുക്കും. അതിനെ ബേസ് ചെയ്താണ് ആ ഒരു ദിവസം അവർ മുന്നോട്ട് പോകുന്നത്. അതൊരു എന്താ പറയുന്നത്, വലിയൊരു ബ്ലെസ്സിങ് ആണ് അവർക്ക്. നമസ്തേ. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്മസ് കാലം എത്തിയിരിക്കുകയാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ഫാദർ പോൾ തോമസ് വിച്ചിയിലാണ്. അച്ഛാ നമസ്തേ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷം നിറഞ്ഞ അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ക്രിസ്മസ്? ക്രിസ്മസ് എന്ന് പറയുമ്പോൾ സന്തോഷവും സമാധാനവുമാണ് പറയുന്നത്. ക്രിസ്തു പുൽക്കൂട്ടിൽ ജനിക്കുന്നു, അതുപോലെ തന്നെ ഈ സമാധാനത്തിൻ്റെ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുന്നു. ഇപ്പോൾ യേശു പറഞ്ഞിരിക്കുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, അത് ലോകം തരുന്ന പോലെയല്ല. ഈ സമാധാനം ഉള്ളിൽ കിട്ടിയ വ്യക്തിക്ക് അത് ആർക്കും നേടിയെടുക്കാം. ഈ സമാധാനം ക്രിസ്തു തരും. ഈ സമാധാനം യേശു തന്നെ വീണ്ടും പറയുന്നുണ്ട്, ഈ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ആ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ സമാധാനം നാം ആയിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കിയെടുക്കണം. ഒന്ന്, ഞാൻ എൻ്റെ ഭവനത്തിൽ സമാധാനമുള്ള ഉണ്ടാക്കുന്നയാളാണ്. ഇത് പുറമേ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന നമ്മുടെ ദേവാലയത്തിൽ ഞാൻ എൻ്റെ വികാരി എന്നുള്ള നിലയിൽ ഞാൻ സമാധാനം ഉണ്ടാക്കുന്ന ആളാകണം. അപ്പോൾ എതിർ വിഭാഗങ്ങളുണ്ട്, ഓർത്തഡോക്സ് വിഭാഗമുണ്ട്, അവരുമായും ഞാൻ എന്ത് ചെയ്യണം? സമാധാനത്തിൽ നിൽക്കണം. എങ്കിൽ മാത്രം ഈ ക്രിസ്മസ് എന്ന് പറയുന്നതിന് യാഥാർത്ഥ്യമാവുകയുള്ളൂ. സമാധാനമാണ് ഇതിൻ്റെ സന്തോഷവുമാണ്. അത് ജാതിയായാലും മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും ഈ ഒരു ക്രിസ്ത്യാനി എവിടെയാണോ അവിടെ സമാധാനം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോ ക്രിസ്തുമസ് സന്ദേശം നൽകാറുണ്ട് ക്രിസ്തുമസ് കാലഘട്ടത്തില്. അപ്പൊ ഈ സമാധാനത്തിൽ ഊന്നിയുള്ള ഒരു മെസ്സേജ് തന്നെയാണോ അച്ഛനും? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി നടപ്പാക്കുന്ന കാര്യമാണ് ക്രിസ്തു നമ്മളിലൂടെ. ഇപ്പൊ ഓരോ പുരോഹിതന്മാരും സമാധാനത്തിന്റെ മാടപ്രാവുകൾ എന്നാണ് പറയുന്നത്. അങ്ങനെ ആകണം. നമ്മുടെ നാട്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ഞാൻ പറഞ്ഞില്ല ആദ്യം, നമ്മുടെ ഭവനം, നമ്മുടെ നാട്, നമ്മുടെ ദേശത്ത് നമ്മൾ സമാധാനത്തിന്റെ വക്താവുക എന്നുള്ളൂ. ഈ സമാധാനത്തിന്റെ പ്രാധാന്യം എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ ഒരു മറ്റൊരാൾക്ക് കൊടുക്കാം എന്നുള്ളത് ഒരു അച്ഛൻ എന്ന നിലയിൽ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? നമ്മൾ ബേസ് ബൈബിളാണ്. ബൈബിൾ ബേസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്രിസ്തു പറഞ്ഞത്, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നാണ്. ഈ സമാധാനം അദൃശ്യമാണ്, നമ്മുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതാണ്. അത് പ്രാർത്ഥനയിലൂടെ ധ്യാനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാണ്. അത് നമ്മൾ നേടിയെടുത്ത നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകുക എന്നുള്ളതാണ്. അതാണ് ആദ്യം ഞാൻ പറഞ്ഞതിനോട് ചേർത്ത് പറയാം. ഏതു മനുഷ്യരോട് നമ്മൾ സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും ഒരു സമാധാനം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ സമാധാനത്തിൽ നിന്നാണ് സന്തോഷം ഉണ്ടാവുക. സമാധാനം ഇല്ലാത്ത ഒരിടത്തും സന്തോഷം ഉണ്ടാവില്ല. കൃത്രിമമായിരിക്കും. ആദ്യം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ആരുടെ അടുത്തും കൃത്രിമമായി സന്തോഷം കാണിച്ചിട്ട് കാര്യമില്ല, ചിരിച്ചു കാണിച്ചിട്ട് കാര്യമില്ല. ഉള്ളിൽ സംഘർഷമായിരിക്കും. ഈ സംഘർഷം മാറണമെങ്കിൽ
ഈ ദൈവീക ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതിന് പ്രാർത്ഥന അല്ലാതെ വേറെ മാർഗമില്ല. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ക്രിസ്മസ് ദിനത്തില് നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഒരു ആഘോഷമായി ഇതിനെ കൊണ്ടുപോകേണ്ടവർക്ക് അങ്ങനെ കൊണ്ടുപോകാം. പക്ഷേ ഈ സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉദയം ചെയ്യുക എന്നുള്ളതാണ്. അച്ഛാ, ഇപ്പൊ അച്ഛന്റെ ഒരു ജീവിതത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കുഞ്ഞുനാളിലെ ക്രിസ്തുമസും ഒരു വൈദികനായതിനു ശേഷം ഇപ്പോൾ ഇവിടെ വികാരി അച്ഛനായിരിക്കുന്നു, ഈ ഒരു കാലഘട്ടത്തിലുള്ള ക്രിസ്തുമസും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. കാരണം നമ്മുടെ ചെറുപ്പപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ വൈദികനല്ല, വൈദികനാകാനുള്ള ശ്രമം നടത്തുന്നു. സൺഡേ സ്കൂളുകളുണ്ട്, ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ് ഒക്കെ നടത്തുന്നു. പിന്നെ ഈ മധുവയിൽ നമ്മൾ ശുശ്രൂഷയ്ക്ക് കൂടുന്നു. അപ്പം അന്ന് കരോളുകൾ ഇറങ്ങും. സാന്താക്രോസ് ഒക്കെ ആയിട്ട് വീട് വീടാന്തരം നമ്മൾ പാട്ട് പാടിപ്പോകും. ക്രിസ്മസ് ഒരു 4-5 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെളുപ്പിന് 2-3 മണി വരെ നമ്മൾ ഈ പാട്ടായിട്ട് പോകും. എല്ലാവരും എല്ലാ വീടും കയറും. ജാതി മത വ്യത്യാസമില്ല. ഇവിടെ എല്ലാ വീടുകളിലും കയറി ഞങ്ങൾ പാട്ട് പാടും, ചോക്ലേറ്റ് ഒക്കെ കൊടുക്കും. അത് വലിയൊരു സന്തോഷമാണ്. ഇന്നെന്ന് പറയുമ്പോൾ ആ സന്തോഷം ഉണ്ടെങ്കിലും ഇന്ന് നമ്മളൊരു പദവിയിലിരിക്കുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുന്നത്, റിസ്ക് ആണ്. അന്ന് റിസ്ക് ഒന്നുമില്ല, വലിയ ഹാപ്പിയാണ്. ഇന്ന് അങ്ങനെയല്ല. ഒത്തിരി കരോൾ സംഘങ്ങളുണ്ട്, ഇടവയിൽ നിന്ന് ഇറങ്ങുന്നു, അവർക്കെല്ലാം നേതൃത്വം കൊടുക്കണം. അതെല്ലാം രണ്ടും വ്യത്യാസമാണ്. കുറച്ചും മറ്റൊന്ന് പറയുമ്പോൾ റിസ്ക് ഒന്നുമില്ല, വലിയ ഹാപ്പിയാണ്. പക്ഷെ ഇപ്പൊ ഹാപ്പി ആണെങ്കിൽ കുറച്ചൊക്കെ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അതും അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പൊതുവെ ഇന്നത്തെ കാലത്തെ പുതിയ തലമുറയെ എടുക്കുമ്പോ നമ്മൾ പറയാറുണ്ട്, അവർക്ക് ഇപ്പൊ ക്രിസ്തുമസ് ഉണ്ട്. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ അവർക്ക് 10 ദിവസം ലീവ് ഉണ്ട്, അടിച്ചു പൊളിക്കാം, പടക്കം പൊട്ടിക്കാം, വീട്ടിൽ ക്രിസ്മസ് ട്രീ വെക്കാം, ആഘോഷങ്ങൾ മാത്രമാണ്. അതിന്റെ ബാക്കിലുള്ള ഒരു ഡിവൈൻ സൈഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള ഒരു ഭാഗം ഇന്നത്തെ തലമുറ മറന്നു പോകാറുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇല്ല, ഇന്നത്തെ തലമുറ എങ്ങനെ മറന്നു പോയിട്ടില്ല. കാരണം ക്രിസ്മസ് ഞങ്ങൾക്ക് വൈകുന്നേരങ്ങളിലാണ്. ഇപ്പോൾ വൈകുന്നേരമാണ് അതിന്റെ ശുശ്രൂഷകൾ. അവിടെ എല്ലാം ഈ യുവതലമുറ എല്ലാവരും ഉണ്ടാവും. ഈ യുവതലമുറ പകുതി കുറേ ഭാഗങ്ങൾ നമുക്ക് ഇന്ത്യയിൽ ഇല്ല. അപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും ഒത്തിരി ആളുകൾ വിദേശത്തേക്ക് പോകുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവരാണ് ഇപ്പൊ ഈ നമ്മുടെ കരോൾ ഗാനങ്ങൾ, ഈ വീട് വീടാന്തരം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ പോകുമ്പോൾ എല്ലാം ക്രമീകരിക്കുന്ന ഈ ചെറുപ്പക്കാരാണ്. അവിടെ സാന്നിധ്യം ഉണ്ട് തീർച്ചയായിട്ടും. ചെറുപ്പക്കാരികളും ഇവിടെ കൊയറുകൾ ഒക്കെ അവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. സൺഡേ സ്കൂളുകൾ, യൂത്ത് അസോസിയേഷൻ എല്ലാം ഉണ്ട്. അതൊക്കെ എല്ലാം ഭംഗിയായിട്ട് തന്നെ അവർ ക്രമീകരിച്ച് പോകുന്നുണ്ട്. വ്യത്യാസമില്ല. ആത്മീയതയിൽ അവർ കുർബാനയിലും മറ്റേ ആത്മീയമായ ചടങ്ങുകളിലെല്ലാം സംബന്ധിച്ച് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നാണ് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത്. ഇന്നത്തെ കാലത്ത് അതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട, നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു മൂല്യം ഉണ്ടായിരിക്കും, അതെന്തായിരിക്കും? തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്താണ് അതിന് ഏറ്റവും മൂല്യമുള്ളത്. കാരണം കുടുംബങ്ങൾ തമ്മിലുള്ളൊരു അനൈക്യം. ഒരു കുടുംബത്തിൽ തന്നെ 4 പേരുണ്ടെങ്കിൽ 4 രീതിക്കായിരിക്കും, ഒരു ഐക്യമില്ല. നമ്മൾ പഴയ കാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ എല്ലാവരും വന്നിരിക്കും, സംസാരിക്കും. സന്ധ്യ ആയി കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും, ക്രിസ്തീയ വീടുകളിൽ തിരിതെളിച്ച് പ്രാർത്ഥിക്കും. ഹൈന്ദവ ഭവനങ്ങളിൽ വിളക്കുകൾ തെളിയിച്ച് പ്രാർത്ഥനയുണ്ട്. ഇന്നത് എനിക്ക് തോന്നുന്നു ഒത്തിരി ഭവനങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അന്നത്തെ ഒരു ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹം, അന്നത്തെ ആ കാരണവന്മാർ ആ പ്രാർത്ഥിച്ചു പോകുന്നതിൻ്റെ അനുഗ്രഹമാണ് ഇന്നുള്ള തലമുറയിലേക്ക് പകർന്നു കിട്ടിയിരിക്കുന്നത്. അവർ തുടരുന്നത് നല്ലതാണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം വീണ്ടും പറയേണ്ടി വരും, ഇതൊരു ആത്മീയ ജീവിതമാണ്, ഭൗതികമല്ല. ആത്മീയ ജീവിതത്തിൻ്റെ പ്രത്യേകത ഈ ക്രിസ്തു ഉള്ളിൽ ജനിക്കുക എന്ന് മാത്രമാണ്. ക്രിസ്തു പറഞ്ഞത് ശത്രുവിനെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് പ്രായോഗിക തലത്തിലാക്കുക പ്രയാസമാണ്, പക്ഷെ പ്രായോഗികമാക്കാൻ പറ്റും. ഈ ദൈവവചനം നമ്മൾ സ്വീകരിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ആരെയും സ്നേഹിക്കാനായിട്ട് പറ്റും. എല്ലാവരെയും നമുക്ക് സ്നേഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മള് ഈ വചനപ്പെട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ, അതിലുള്ള ഓരോ വചനങ്ങള് നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്, നമ്മുടെ നിത്യജീവിതത്തില് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട്. അത് എനിക്ക് തോന്നുന്നു ഈ മതം എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തില് ആ ഒരു ഹോപ്പ് നഷ്ടപ്പെടുന്ന ഒരു പോയിന്റില് ഒരുപാട് പേര് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം മനുഷ്യർക്ക് ഏറ്റവും റിലേറ്റബിൾ ആയി അവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? അത് ഈ വചനപ്പറ്റി ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. അത് മിക്കവാറും ഭവനങ്ങളിൽ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ ജാതി മത വ്യത്യാസമില്ലാതെ ഈ ഹൈന്ദവ കുടുംബങ്ങളിലെല്ലാം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. എനിക്കറിയാവുന്നവർ പലരും വീട്ടിലുണ്ട്. അവർ രാവിലെ എണീറ്റ് അവരുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞാൽ ആദ്യം ഇതിൽ നിന്നൊരു വാക്യം എടുക്കും.
അതിനെ ബേസ് ചെയ്താണ് ആ ഒരു ദിവസം അവർ മുന്നോട്ട് പോകുന്നത്. അതൊരു എന്താ പറയുന്നത്, വലിയൊരു ബ്ലെസ്സിങ് ആണ് അവർക്ക്. ആ ഒരു വചനം കിട്ടിക്കഴിയുമ്പോൾ അതിനനുസരിച്ച് പോവുക. ഞാൻ ഒത്തിരി പേർക്ക് ഈ വചനം പോലെയുള്ള ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. അവർ പറയും പക്ഷെ അതങ്ങനെ കിട്ടുന്ന വലിയ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് പറഞ്ഞത്. രാവിലെ അത് കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വേർഡ് നമ്മൾ വായിച്ച് നമ്മുടെ ജോലിക്കോ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോൾ വലിയൊരു അനുഗ്രഹമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോ എനിക്ക് കുഞ്ഞാവുമ്പോൾ മുതലേ ഈ പാതിരാ കുർബാന കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ എനിക്കതിൽ ഏറ്റവും ആഗ്രഹം അത് ആ ഒരു ദൃശ്യഭംഗി കൊണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പള്ളിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട്. അത് ഇപ്പോ എന്റെ മതമോ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളോ ഒന്നും അതിനെ എന്നെ ബാധിക്കാറില്ല. ആ ഒരു അനുഭൂതി നമുക്ക് ഭയങ്കര വേറൊരു തലത്തിലേക്ക് നമ്മളെ എത്തിക്കാറുണ്ട്. ശരിക്കും ക്രിസ്തുമസിന്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട ആചാരങ്ങള്, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊരു മതത്തിലുള്ള ഒരാൾക്ക് ക്രിസ്തുമസിൽ ആ ഒരു ആത്മീയ യാത്രയുടെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ പങ്കെടുക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഈ ക്രിസ്തീയ പണി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട ദേവാലയം ബന്ധപ്പെട്ട് ഒരു പ്രത്യേകതയുള്ളത് ഏത് മതസ്ഥർക്കും ഇതിലെ ആരാധനയിൽ പങ്കുചേരാം, ഇതിലെ കാര്യങ്ങളെല്ലാം ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾ ഈ ആലയത്തിൽ സംസാരിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു തിരിശേഷിപ്പുണ്ട്. അപ്പം ഞങ്ങൾ വിശുദ്ധരെ വളരെ ഇത് ചെയ്യുന്നതാണ്. ആ പേടകം ഉണ്ടാക്കി തന്നത് ഒരു ഹൈന്ദവ സഹോദരനാണ്. നമുക്ക് ആ പേടകം ഈ പള്ളി പണിത സമയത്ത് സൗജന്യമായിട്ട് നമുക്ക് പണിത് തന്നതാണ്. അദ്ദേഹം RSS വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ അടുത്തുള്ളൊരു നമ്മുടെ ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്ന അദ്ദേഹം വഴിപാടായിട്ട്, ഇതിപ്പോൾ പുറത്ത് പറയരുതെന്ന് പറഞ്ഞ കാര്യമാണ്, പക്ഷെ പള്ളിയിലൊക്കെ അറിയാം. അദ്ദേഹം അത് പള്ളിക്ക് വഴിപാടായിട്ട് നൽകിയതാണ്. അപ്പോൾ പള്ളിക്ക് വഴിപാടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരിക്കലും അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥനയെ സംബന്ധിക്കുക, ഇപ്പോൾ ക്രിസ്മസ് തന്നെയാണെങ്കിലും നമുക്ക് വെളുപ്പിനുള്ള പ്രോഗ്രാമുകളെല്ലാം മാറ്റി. കാരണം ഇത് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ, സ്ത്രീകൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വൈകിട്ടാക്കി. ഈ വൈകിട്ട് ആർക്ക് വേണമെങ്കിലും ആ ആരാധന വന്ന് പങ്കുചേരാം. അതിനൊരു തടസ്സവുമില്ല. ഒരിക്കലും മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ മാറ്റി നിർത്തില്ല. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഈ കാലത്ത് മതം എന്ന് പറയുന്നത് ആളുകളെ വേർതിരിക്കാനുള്ള ഒന്നല്ല, ആളുകളെ യോജിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ മതം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബാരിയർ ഒരിക്കലും ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമാകരുത്, അത് ആ ഒരു സന്ദേശം നൽകേണ്ടതില്ലേ? തീർച്ചയായിട്ടും. മതങ്ങൾ ഞങ്ങൾ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. ഈ നാട്ടിൽ അങ്ങനെ ഒരു ജാതിയോ മതമോ പറഞ്ഞ് ആരും ജീവിക്കുന്നില്ല. ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന ദേവാലയത്തിന് തൊട്ട് മുന്നിലൊരു റോഡുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ഹൈന്ദവ സഹോദരങ്ങളാണ് ഈ പള്ളിയിൽ വന്ന് വഴിപാടിട്ട് അതിൽ പോകുമ്പോൾ അവർ കൈയെങ്കിലും ഒന്ന് വണങ്ങിയിട്ട് അവർ പോകും. എല്ലാവരും പ്രാർത്ഥിച്ചു പോകും. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഐക്യം ഇവിടെയുണ്ട്. ഞാൻ തന്നെയാണെങ്കിൽ ഇവിടെ അമ്പലങ്ങളിലൊക്കെ പ്രോഗ്രാമിന് പോകാറുണ്ട്. അവർ ക്ഷണിക്കും. കാരണം ഇത് പാരമ്പര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബം പോലെ കഴിയുന്നതാണ്. അതായത് മതങ്ങൾ തമ്മിൽ ഈ എൻ്റെ ഒരു ഓർമ്മയിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു ശത്രുതയോ അല്ലെങ്കിൽ അങ്ങോട്ടൊരു സംഘർഷം ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞൊരു സമാധാനം നമ്മൾ മൂലമോ നമ്മൾ ഉള്ളവർ എന്താ പറയുക നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ മൂലമോ ഒരു മതങ്ങൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകരുത്, ഐക്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അച്ഛൻ എങ്ങനെയാണ് ഈ വൈദിക ആകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അതും വലിയൊരു ഭാഗ്യമാണ്. കുറെ കാലമായി സ്വന്തം ഇടവകയിലാണ് വൈദികനായിരിക്കുന്നത്. അത് വലിയൊരു ഭാഗ്യമാണ്. ആ ഒരു യാത്രയെ കുറിച്ച് കൂടി. യാത്ര എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ പ്രീസ്റ്റായിരുന്നു, എൻ്റെ ഫാദറും പ്രീസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് ഈ പാരമ്പര്യ ട്രഡീഷനിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പാതയിൽ തീർച്ചയായിട്ടും വന്നത്. പിന്നെ ഒരു ദൈവവിളി, നീ ഇടവയിലുള്ള ഇത്രയും ജനങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ദൈവയിലേക്ക് വന്നത്. 2006 ഞാനിവിടെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതാണ്. എൻ്റെ പിതാവിന് വയ്യാതിരുന്നപ്പോൾ പകരമായിട്ട് എനിക്ക് ചാർജ് തന്നതാണ്. ഇന്നും ഈ സ്വന്തം ഇടവക തന്നെയാണ്. അതിലൊത്തിരി സന്തോഷമുണ്ട്. സ്വന്തം നാട്, ജനിച്ചു വളർന്ന നാട്ടിൽ സ്വന്തം ഇടവകയിൽ ഇത്രയും വർഷം വികാരിയായിട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. സഭയും നേതൃത്വവും അതിനുള്ള ക്രമീകരണങ്ങൾ എനിക്ക് ചെയ്തു തരുന്നുമുണ്ട്. സഭയോട് ചേർന്ന് തന്നെ എല്ലാ രീതിയിലും പ്രവർത്തിക്കുകയും ചെയ്യും.